ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ആദ്യം 12 മണിവരെയും പിന്നീട് 2 മണിവരെയും നിർത്തിവെച്ച ലോക്സഭാ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ 3 മണിവരെ വീണ്ടും നിർത്തിവെച്ചു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ലോക്സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാജ്യസഭയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസ്താവനയെ കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ തള്ളി. കേരളത്തിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് എംപി തോമസ് കുതിരവട്ടത്തിന്റെ നിര്യാണത്തിൽ രാജ്യസഭ ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ വിശദീകരണവുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. കരാറിലൂടെ 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം രാജ്യത്തെ ജനങ്ങളെ മുന്നിൽ കണ്ടാണെന്നും ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷ ബഹളം തുടർന്നതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷം സഭയിൽ സമാധാനപരമായാണ് പ്രതിഷേധിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തൊണ്ടിമുതൽ ഉൾപ്പെടെ ഒരു തെളിവും എസ്ഐടിക്ക് ഇതുവരെ കണ്ടെത്താനായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. എന്നാൽ എസ്ഐടി അന്വേഷണം കുറ്റമറ്റ രീതിയിലാണ് നടക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. സഭ ഈ മാസം 23-ന് വീണ്ടും സമ്മേളിക്കും. ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ NSSന് നൽകിയിട്ടുള്ള സുപ്രീംകോടതി ഉത്തരവ് സമാനമായ മറ്റു മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുകയാണ് സർക്കാർ നയമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ചട്ടം 300 അനുസരിച്ച് സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനങ്ങൾ സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെ മനസ്സിലുള്ള നൂതനാശയങ്ങൾ നവകേരള സൃഷ്ടിക്ക് വലിയ പിന്തുണ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യങ് ഇന്നവേറ്റേഴ്സ് മീറ്റ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. യങ് ഇന്നവേറ്റേഴ്സ് മീറ്റിലൂടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ യുവതലമുറയുടെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന അക്ഷരം ആരോഗ്യം പരിപാടിക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ റോഡ് സേഫ്റ്റി കേഡറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നു. റോഡ് സുരക്ഷാ ബോധവൽക്കരണം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുക ലക്ഷ്യമിട്ട് മോട്ടോർ വാഹന വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായാണ് റോഡ് സേഫ്റ്റി കേഡറ്റ് പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം മാവേലിക്കരയിൽ നടക്കും. പരിശീലനം പൂർത്തിയാക്കിയ 30 കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡും ഉദ്ഘാടന ദിവസം നടക്കും. പരീക്ഷാ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായി നേരിട്ട് സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ച പരിപാടി നാളെ. പരിപാടി കാണാൻ പൌരന്മാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. രാജ്യത്തെ യുവജനങ്ങളുമായി സംവദിക്കുന്നത് ഉന്മേഷദായകമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാന സർക്കാർ ഭൂമി നൽകിയാൽ കൊല്ലത്ത് ESI മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ. ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് കേന്ദ്ര ബജറ്റെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. വികസിത ഭാരതത്തിനായി 25 വർഷങ്ങൾ മുന്നിൽ കണ്ടിട്ടുള്ളതാണ് ബജറ്റെന്നും കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി. മുൻ MLAയും കോൺഗ്രസ് നേതാവുമായ M. മുരളി അന്തരിച്ചു. 73 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 20 വർഷം മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ MLA ആയിരുന്നു. മുരളിയുടെ ഭൌതിക ശരീരം KPCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. മുൻ മുഖ്യമന്ത്രി AK ആന്റണി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതി കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. 2 കേസിലും ജാമ്യം ലഭിച്ചതോടെ പോറ്റി ജയിൽ മോചിതനാകും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധി ഈ മാസം 19 വരെ നീട്ടി. തന്ത്രി പണം നിക്ഷേപിച്ച തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലും ഉടമയുടെ വീട്ടിലും ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്. ഛത്തീസ്ഗഡിലെ ബീജാപൂർ ജില്ലയിൽ വനിതകൾ ഉൾപ്പെടെ 12 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. AK-47 ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഇവർ പോലീസിന് കൈമാറി. പുനരധിവാസത്തിന്റെ ഭാഗമായി കീഴടങ്ങിയ മാവോയിസ്റ്റുകൾക്ക് 50,000 രൂപ ധനസഹായം നൽകും. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള ഹിയറിംഗിലൂടെ 19,021 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഇതിൽ 2,510 പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരണപ്പെട്ടവരും 989 പേർ വിദേശ പൌരത്വം സ്വീകരിച്ചവരും 15,522 പേർ താമസം മാറിയവരുമാണെന്ന് അദ്ദേഹം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.